ഹലോ ഹായ് സുഹൃത്തുക്കളെ. ഇന്ന് ഞങ്ങൾ വന്നേക്കണം. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോക്കിയാൽ അറിയാം, ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സംഭാഷണത്തിൻ്റെ ഉള്ളിൽ വരണ ചർച്ചകളായിരിക്കും. പക്ഷെ ഇന്ന് ശരിക്കും ഞങ്ങൾ വന്നത് ഞങ്ങൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ചേച്ചിക്ക് സംസാരിച്ചു കൂടെ എന്ന് ഞങ്ങളോട് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങളൊരു വിഷയം എടുത്തു വെച്ച് വന്നതാണ് അല്ലേ? അതെ, നമ്മുടെ വിഷയം പറയും. നമ്മുടെ വിഷയം നമ്മുടെ ബിഗ് ബോസിലെ ലെസ്ബിയൻ കപ്പിൾസ്, അതാണ് നമ്മുടെ വിഷയം. ലെസ്ബിയൻ കപ്പിൾസും അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും. കാരണം ലാലേട്ടനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റ് അതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ 7ന്റെ പണി എന്ന് പറയുന്നത് പുള്ളിക്ക് തന്നെ പണി കൊടുക്കുവാണോ എന്ന് നമുക്ക് തോന്നിപ്പോ അല്ലേ? എല്ലാവരോടും വോട്ട് കൂടുതലുള്ള ആളുകളോട്, അല്ലാണ്ടെങ്കിൽ കുറച്ച് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ല കുട്ടികളോടൊക്കെ എന്തോ ഒരു ദേഷ്യം, അയാൾക്ക് സമൂഹത്തോടുള്ള ദേഷ്യം അയാൾ ഇതിനകത്ത് അവരോട് പ്രകടിപ്പിക്കുന്ന പോലെ, അതായത് ആ ലെസ്ബിയൻ കപ്പിളിനോട് കുറച്ച് ഫേവർ, അതുപോലെ കുറച്ചൊരു ഫേവർ കുറവ്, അങ്ങനെ അവരെന്തെങ്കിലും പറയുമ്പോ കുറച്ച് ദേഷ്യം കാണിച്ച് സംസാരിക്കാം. വേറൊരു ലേഡി ഉണ്ടല്ലോ, ലക്ഷ്മി അനു, മറ്റേ തുണി കൊടുക്കാതെ പറഞ്ഞ ഭയങ്കര മോഡേൺ ആയിട്ട് വരുന്ന ആ ഹൈറ്റ് ഉള്ള ജിസയില്, അവരൊക്കെ എന്താ ഒരു വീടാവുമ്പോ പല സ്ഥലത്തുനിന്ന് വന്നേക്കണ ആൺകുട്ടികളും ഒക്കെ ഉള്ളിടത്ത് അവരുടെ ആ ഒരു രീതികളും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാൽ വന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക. അയാള് ഈ ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ മാത്രം ഒരു അഭിപ്രായം, അയാളുടെ ഫാമിലിയിലുണ്ടാകുന്ന അയാൾ കോടീശ്വരനാണ്, നല്ല ആക്ടർ ആണെങ്കിലും ഇപ്പോൾ അയാളുടെ തന്നെ ഒരു സിനിമയില്ലേ, എന്താ ആ സിനിമയുടെ പേര്, മറ്റേ മോഹൻലാൽ അപ്പനും മോനും മോഹൻലാലായിട്ട് എന്നിട്ട് നമ്മുടെ രേവതി ഡാൻസ് കളിച്ചിട്ട് ചിലങ്കൂരി എറിയണ ഒരു സിനിമയില്ലേ, രാവണപ്രഭുല് ഈ മോഹൻലാല്, അപ്പൻ മോഹൻലാലും അമ്മ രേവതിയും മോൻ മോഹൻലാലും, ഇയാളിങ്ങനെ ദേശാടന കിളിയെ പോലെ നടക്കും മോൻ മോഹൻലാല്. എന്നിട്ട് ആ അമ്മ മരിക്കാൻ കിടക്കുമ്പോ മുതല് അമ്മ രേവതിയല്ലേ അതിനകത്ത്? അതെ, അത് അവൾക്ക് അസുഖം ബാധിച്ച് ഇപ്പൊ മുതൽ ഈ മകനെ അന്വേഷിച്ച് നടക്കുക. ഓരോരുത്തർ അന്വേഷിച്ച് നടന്നിട്ട് മരിച്ചിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഈ മകനെ കിട്ടുന്നില്ല. കാരണം ഫോൺ ഉപയോഗിക്കത്തില്ല, ദേശാടന പക്ഷിയെ പോലെ പോകുന്നു. അയാളുടെ മകനും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇയാൾക്ക് ഇത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും ഇയാളുടെ മനസ്സിൽ കിടന്ന് കത്തുന്ന അയാളുടെ ആ ഓരോ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ, ഈ അമർഷമായിരിക്കും ഒരുപക്ഷെ അയാൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. അയാൾ 7ന്റെ പണി എന്ന് പറയണത്, 7ന്റെ പണി അയാൾ ആർക്കാ കൊടുക്കുന്നത്? സമൂഹത്തിനാണോ കൊടുക്കുന്നതെന്നാ? ഈ പണ്ടും ഉണ്ടായിരുന്നു ഇതുപോലുള്ള ആളുകൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളെ പെണ്ണിയർക്കൻ എന്ന് പറയും. പെണ്ണുങ്ങളെപ്പോലെ കുണുങ്ങി നടക്കും, പെണ്ണുങ്ങളുടെ കൂട്ടുകൂടും എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ ആരും അവരെ മാറ്റി നിർത്തത്തില്ല. ആണുങ്ങളൊന്നും അവരെ മാറ്റി നിർത്തുന്നില്ല. പെണ്ണുങ്ങളുടെ കൂട്ടുകൂടി നടക്കും, പെണ്ണുങ്ങൾക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കും, അവരെ മേക്കപ്പ് ഇടാൻ സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ടാവും. പക്ഷെ അവര് മുതിർന്നു വരുമ്പോൾ അവരുടെ കുടുംബത്തില് ഇവർക്ക് ഇവർ പണിക്ക് പോകണം, പഠിക്കാൻ പോകണം, എല്ലാം അങ്ങനെയുള്ളവര് പാത്രം തേച്ച് കഴുകാനും ഒക്കെ അമ്മേനെ സഹായിക്കും, മിറ്റമടിക്കും, കുണുങ്ങി നടക്കും. പക്ഷെ ആ പിള്ളേരൊക്കെ മുതിർന്നു വരുമ്പോൾ ആ വീട്ടിലെ മൂത്ത മകനാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കും. അപ്പൊ ആ പെൺകുട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവൻ എന്തായാലും പണിക്ക് പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല, പണിക്ക് പോവും. അല്ലാതെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഇവർക്കൊരു സംഘടന അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയി ഇല്ലായിരുന്നു. പിന്നീട് ഈ ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ കോമഡി ചെയ്യാനും ഈ വയറ് കാണിച്ച് സാരി ഉടുക്കാനും ആ സമയത്ത് ഒരു ലേഡി
ഒരു കഥാപാത്രത്തെ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഉയർത്തിക്കൊണ്ട് വന്നത് അങ്ങനെയുള്ള ഈ ചാനലുകാരാണ്. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആളുകളുണ്ടായി. അവര് ആ ഒരു സമൂഹം വളർന്നു വന്നു. ഇപ്പൊ ഇപ്പൊ തന്നെ ഈ 2 പെൺകുട്ടികളുണ്ടല്ലോ അതിനകത്ത്, ആ പെൺകുട്ടികളെ തന്നെ അതിൽ ഒരാളെ കൊണ്ടുവന്ന് ഈ 3 മാസം അവിടെ നിർത്തിയിട്ട് ഈ ശരിക്കും പറഞ്ഞ ഇവർക്ക് ഫോണൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തില് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ആൺകുട്ടിയായിട്ട് അവർക്ക് ഒരു നല്ല റിലേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഒരു നല്ലൊരു തലത്തിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്തേനെ. ഇതിപ്പോ ഇങ്ങനെയുള്ളതിനെയൊക്കെ ആ പുള്ളിക്കാരൻ വന്ന് പ്രോത്സാഹിപ്പിക്കുവാണ്. എന്താ ആ അനുമോളെയൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ എന്തോ ഒരു ഇഷ്ടക്കുറവ് ഇന്നത്തെ എന്നല്ല എല്ലാത്തിലും തന്നെ സത്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിന് അംഗീകരിക്കാനുള്ള ഒരു മടി സമൂഹത്തിനാണ് പുള്ളി ഈ 7ന്റെ പണി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യത്തെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് ബൈബിളിന്റെ തന്നെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സ്വവർഗരതിയെ കുറിച്ചും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യം, ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ സോദോം ഗൊമോറ എന്ന 2 രാജ്യങ്ങളെ ദൈവം നശിപ്പിച്ചതുപോലും ഈ സ്വവർഗരതി കൊണ്ടാണ്. ദൈവം കോപത്താൽ ആ 2 രാജ്യങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒരു വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്ന ബൈബിളിൽ അതിനെക്കുറിച്ച് വളരെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞുതരാം. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് ഈ സ്വവർഗരതി എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബൈബിൾ. സോദോം ഗോമോറ എന്ന 2 രാജ്യങ്ങളെയാണ് ദൈവം ഈ ഒരൊറ്റ പാപം നശിപ്പിച്ചു കളഞ്ഞത്. പിന്നെ റോമൻ സാമ്രാജ്യം കണ്ട ഏറ്റവും വലിയ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറയുകയാണെങ്കിൽ വയലൻസ്, സ്വന്തം ഭാര്യയെ 12 കഷണങ്ങളാക്കി വെട്ടി നുറുക്കി കളഞ്ഞ ഒരു ചരിത്രം, കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചരിത്രമുണ്ട് ബൈബിളില്. അത് ഞാൻ ബൈബിൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞുതരാം. ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ അത് കേൾപ്പിച്ചു തരാം. ഇതൊന്ന് വായിച്ചേനെ. ന്യായാധിപന്മാർ 19:1 മുതൽ 5 വരെയുള്ള 4 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഈ ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ ഓരോ പുസ്തകങ്ങളാണ്. അപ്പൊ ഇത് അറിയാൻ വയ്യാത്തവർക്ക് പറയുന്നതാണ്, ക്രിസ്ത്യൻസ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അത് ഓരോ പുസ്തകമാണ്. അപ്പൊ ഈ ന്യായാധിപന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 നിന്നാണ് ഈ ഇത് നമ്മൾ എടുത്തു പറയുന്നത്, ഈ ചരിത്രത്തിന്റെ തുടക്കം പറയുന്നത്. ഇസ്രായേലിൽ രാജാവില്ലാത്ത കാലത്ത് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യൻ ഉണ്ടായിരുന്നു. അവൻ യഹൂദായിലെ ബെത്ലഹേമിൽ നിന്നൊരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ യഹൂദായിലെ ബെത്ലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു എന്നാണ്. അതായത് അവന്റെ സ്വന്തം ഭാര്യ അല്ലാതെ വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. അതാണ് അവിടെ മെൻഷൻ ചെയ്തേക്കണത്. അവന്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദായിലെ ബെത്ലഹേമിൽ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ട് അവളോട് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോടുകൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തന്റെ അപ്പന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവന്റെ വരവിങ്കൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അതായത് ഇവനെ ഈ ഭർത്താവിനോട് തെറ്റ് ചെയ്ത് പാപം ചെയ്ത് അവനെ ഉപേക്ഷിച്ചിട്ട് അവളുടെ അപ്പന്റെ വീട്ടിലേക്ക് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഈ ഭർത്താവ് അവളെ ക്ഷമിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പരിചാരകനെയും 2 കഴുതയെയും കൂട്ടി അവളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ വീട്ടിൽ അവനെ സ്വീകരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ആ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക്
ഭക്ഷണം കൊടുത്തു. അമ്മായിയപ്പ 3 ദിവസം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് അമ്മായിയപ്പം പോകണ്ട, ഇനിയിപ്പോ രാത്രി വേറെ വൈകി പോകണ്ട എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവര് ആ വീട്ടിൽ നിന്ന് പോരുവാണ്. അപ്പോൾ ഇനി വഴി മധ്യേ നടക്കുന്ന ഒരു സംഭവമാണ് ബാക്കി പറയാൻ പോകുന്നത്. ഇനി അതിന്റെ 10 വയസ്സ് 10, 11, 12. എന്നാൽ അന്നും രാപ്പാർപ്പൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. എരുസലേം എന്ന എബൂസിന് സമീപമെത്തി. കോപ്പിട്ട 2 കഴുതയും അവന്റെ വെപ്പാട്ടിയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ എബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനോട്, നാം ഈ എബൂസ്യ നഗരത്തിൽ കയറി രാപ്പാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യ നഗരത്തിൽ നാം കയറരുത്. നേരെ നന്നേ വൈകിയത് കൊണ്ട് ഈ 2 കഴുതയും ഈ 2ാം ഭാര്യയും ഒരു ബാല്യക്കാരൻ അവന്റെ പരിചാരകൻ വേലക്കാരനും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നേരെ നന്നേ വൈകിയത് കൊണ്ട് അയാൾ പറയും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഇസ്രായേൽ ഗോത്രക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ രാപ്പാർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വഴി നടക്കുകയാണ്. അങ്ങനെ നേരെ ഒരുപാട് വൈകി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ വായിച്ചേനെ, ഇതിപ്പോ വായിച്ചു 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവൻ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിൽ മുട്ടി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുപോവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, അരുതേ, എൻ്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഈ ആൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. അതായത് ഈ അവരങ്ങനെ അവിടെ രാത്രി ഇരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണമൊക്കെ കൊടുത്ത്, കഴുതയ്ക്കും ഭക്ഷണം കൊടുത്ത് അവര് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടുവാതിക്കൽ കുറെ പുരുഷന്മാര് വന്നിട്ട്, നിന്റെ വീട്ടിൽ ഇന്ന് പാർക്കാൻ വന്നിരിക്കുന്ന ആ പുരുഷൻ നല്ല സുന്ദരനാണല്ലോ, അവനെ ഇങ്ങോട്ട് വിട്ടുതരാന്, മനസ്സിലായോ നിങ്ങൾ? ഞങ്ങൾ അവനെ പോകിക്കട്ടെ, അവനെ ഇങ്ങോട്ട് വിട്ടുതരാൻ പറയാണ്. അപ്പൊ ആ വൃദ്ധൻ പറയാണ്, ഈ ആൾ എന്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഈ ആൾ എന്റെ വീട്ടിൽ ഇന്ന് വിരുന്നുകാരനായിട്ട് വന്നിരിക്കൊണ്ട് നിങ്ങൾ അവനോട് ഈ വഷളത്വം പ്രവർത്തിക്കരുതെന്ന് പറയാണ്. ഇതാ കന്യകയായ എന്റെ മകളും ഈ ആളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കന്യകയായ മകളുണ്ട്, പിന്നെ ഇയാളുടെ വെപ്പാട്ടിയുണ്ട്, അവരെ ഞാൻ വേണമെങ്കിൽ പുറത്തു കൊണ്ടുതരാം. പക്ഷെ ഈ പുരുഷനോട് അങ്ങനെ ഒന്നും ചെയ്യരുതേ എന്ന് യാചിക്കുകയാണ്. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവിൻ. ഈ ആളോടോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ഈ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുക്കാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്ന് തന്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിൽക്കൽ വീണു കിടന്നു. അവളുടെ അതായത് ഈ അവസാനം ഈ പെണ്ണിനെ അവർ ഈ പുരുഷനെ കൊടുക്കാതെ ആയപ്പോ, പുരുഷനെ കിട്ടില്ല എന്നായപ്പോ ഈ പെണ്ണിനെ അവർക്ക് കൊടുത്തു, വെപ്പാട്ടിയെ. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആണുങ്ങളെ തേടി ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്ക് ആ ആഗ്രഹം സാധിക്കില്ല, അത് നടക്കില്ല എന്ന് അറിയുമ്പോൾ അവര് പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കാൻ പറ്റായികൊന്നുമില്ല. എന്ത് മെസ്സേജാണ് ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ വരും തലമുറയ്ക്കോ വളർന്നു വരുന്ന തലമുറയ്ക്കോ ഇപ്പോഴുള്ള ഈ സമൂഹത്തിലുള്ള മനുഷ്യജീവികൾക്ക് എന്ത് മെസ്സേജാണ് ഈ മോഹൻലാൽ എന്ന വ്യക്തി, ഈ ബിഗ് ബോസ് എന്ന ഏഷ്യാനെറ്റ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്ന എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എന്താണ് അതിനകത്തുനിന്ന് ഒരു സമൂഹത്തിന് എടുക്കാൻ പറ്റിയ കാര്യം? എന്താ? ഒരു ലെസ്ബിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗേ കപ്പിൾ ആണെങ്കിലും ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടോ ഒരു കൗൺസിലിംഗ് കൊണ്ടോ ചിലപ്പോൾ അവരത് ആകാതിരിക്കാം, നേരെ അവരുടേതായ ജെൻഡറിൽ തന്നെ നിൽക്കാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നുമ്പോൾ തന്നെ
ഇപ്പൊ ഒരു പെണ്ണിന്റെ ഹോർമോൺ കുത്തിവെച്ച് പെണ്ണാകാൻ നോക്കുക, ഒരാണ് ഒരു പെണ്ണാവാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ആണിന്റെ ഹോർമോൺ കുത്തിവെച്ച് ഒരു പെണ്ണാണാവാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് മമ്മി ഉദ്ദേശിച്ചത്. ഈ നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള ഇതിനെ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്നത്, മറ്റ് രാജ്യങ്ങളിലൊന്നും ഇത് നടക്കൂല. അതുകൊണ്ടാണല്ലോ ദുബായിലുണ്ടായിരുന്ന ഒരു ബോയ്, അവനിപ്പോ അവിടെ ഒന്നും ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നേരെ നാട്ടിൽ വന്നില്ലേ. എന്താണ് അവര് സമൂഹത്തിന് എന്ത് മെസ്സേജ് അവർ കൊടുക്കുന്നത്? ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക്. അതിനകത്ത് തന്നെ ഒരു പെൺകുട്ടി, എന്താ കുട്ടിയുടെ പേര്, ലക്ഷ്മി അതിനെ ശരിക്കും എതിർത്തു. മോഹൻലാൽ വന്നിട്ട് പറയും ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു. പുള്ളി കയറ്റിക്കോട്ടെ, പക്ഷെ ലക്ഷ്മി വ്യക്തമായിട്ട് പറയണായിരുന്നു, സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് പറയണായിരുന്നു, ലാലേട്ടൻ കയറ്റിക്കോ, പക്ഷെ എനിക്ക് പറ്റത്തില്ല, എന്റെ വീട്ടിൽ അത് അനുവദിക്കില്ല, എനിക്ക് പറ്റത്തില്ല. അവര് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് തന്നെ ഉറച്ചു നിന്ന് പറയാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് അവർക്ക് ഉറച്ചു നിന്ന് പറയാനായിട്ട് പേടിയായിരുന്നു. എങ്കിലും അവര് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അവർക്ക് കാരണം അവര് ഭയപ്പെടുന്നുണ്ട്. അവർക്ക് വരും തലമുറയെ കുറിച്ച് ഓർത്ത് അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. റോമൻ സാമ്രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വയലൻസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോ ചരിത്ര തെളിവ് സഹിതം നിങ്ങളോട് സംസാരിച്ചത്. രാജഭരണം ഇല്ലാതിരുന്ന ഗോത്രഭരണ കാലഘട്ടത്തിലെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നും സോദോം ഗോമോറ എന്ന 2 രാജ്യം ഈ സ്വവർഗരതിയോട് കൊള്ള, അതാണ് ഏറ്റവും കാരണം. ഏറ്റവും വലിയ പാപം അതായിട്ടാണ്. ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായിട്ട് കണ്ട് ഈ 2 രാജ്യങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഗോത്രഭരണമല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ രാജ്യത്താണ് ഇങ്ങനത്തെ ഒരു ഷോ നടക്കണതും. അതിലിങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഒരു കപ്പിൾസ്, എന്നിട്ട് ആളുകളൊക്കെ വരുന്നത് മോഹൻലാൽ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോണതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം.